ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് പെരുമ്പാവൂർ അങ്കമാലി റൂട്ടിൽ വല്ലം എന്ന സ്ഥലത്തുള്ള ഓട്ടോപ്രോ യൂസ്ഡ് കാർ ഷോറൂമിലാണ്. അപ്പോൾ ഇവിടുത്തെ കാറുകളുടെ വിശേഷങ്ങൾ അറിയാനായിട്ട് നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഹായ്, നമസ്കാരമുണ്ട്. ഞങ്ങൾ ഓട്ടോപ്രോ യൂസ്ഡ് കാർ ഷോറൂമാണ്. പെരുമ്പാവൂരിൽ നിന്നും ഏകദേശം 4 കിലോമീറ്റർ കാലടി റൂട്ടിൽ ചേലാമറ്റത്താണ് ഞങ്ങളുടെ ഷോറൂം സ്ഥിതി ചെയ്യണത്. ഞങ്ങൾ ഏകദേശം ഒരു 10-45 വണ്ടികളും ഇവിടെ ചെയ്യുന്നുണ്ട്. 10 ലക്ഷം രൂപ താഴെയുള്ള ബഡ്ജറ്റ് വണ്ടികളാണ് കൂടുതലും ചെയ്യണത്. നമ്മൾ ഫിനാൻസ് എല്ലാം നമ്മൾ അവൈലബിൾ ആണ്, ഫിനാൻസൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. വണ്ടി നല്ല മെയിൻ്റനൻസ് ഒക്കെ കഴിഞ്ഞ് നല്ല വൃത്തിയോടുകൂടിയാണ് നമ്മൾ വണ്ടി കൊടുക്കാറുള്ളൂ കസ്റ്റമേഴ്സിന്. നമുക്കിനി വണ്ടികളിൽ കാണാം. അപ്പോൾ ഈ ഓട്ടോപ്രോ എന്ന യൂസ്ഡ് കാർ ഷോറൂമിൻ്റെ വണ്ടികളെ പറ്റി വിശദീകരിക്കാനായിട്ട് ഇവിടുത്തെ ഓണർ ഉണ്ട്. എന്താ പേരെന്താണ്? ഷമീർ റോഷൻ. ഓക്കെ. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ വണ്ടി ബ്രസ 2017 മോഡല് ബ്രസ ഡീസലാണ്, ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഇസ്രഡി ആണ്, പുഷ്പട്ട മന്ന വണ്ടിയാണ്. അപ്പോൾ ടോപ്പ് വേരിയന്റിൽ 1,10,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സെക്കൻഡ് ഓണർഷിപ്പിൽ നിൽക്കണം. നമുക്കിത് ഫൈനലായിട്ട് നമുക്കൊരു 7 ലക്ഷം രൂപ കൊടുക്കാം. 7 ലക്ഷം രൂപ. ലോണൊക്കെ എന്തോരം കിട്ടും? ലോൺ ഇതിന് മാക്സിമം ഒരു 6 ലക്ഷം രൂപ വരെയും കിട്ടും. അതൊരു 90% വരെയും ലോൺ കിട്ടും. ഇതിന് ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നും ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. പിന്നെ ടയറൊക്കെ ഒരു 80% എബോ ടയർ ഉണ്ട്. പിന്നെ എക്സ്റ്റീരിയറും ഇന്റീരിയറൊക്കെ ഓൾമോസ്റ്റ് ഓക്കെയാണ്, കണ്ടീഷനാണ്, നല്ല വണ്ടിയാണ്. ഇതിന് മൈലേജ് എന്തോരം? മൈലേജ് ഏകദേശം ഒരു 20 കിലോമീറ്റർ. 20 മൈലേജ്. പെട്രോൾ അല്ലേ? ഡീസലാണ്. അപ്പൊ 20 കിലോമീറ്റർ എന്തായാലും കിട്ടും. മാരുതിയുടെ ടോപ്പ് എൻഡ് വണ്ടിയാണ്, മൈലേജ് ഉള്ള വണ്ടിയാണ്. അപ്പോൾ ഇതായിരിക്കും വേണമെന്നുണ്ടെങ്കിൽ നേരെ പെരുമ്പാവൂർക്ക് വന്നാൽ മതി. അപ്പോൾ നമുക്ക് അടുത്ത വണ്ടിയിലേക്ക് പോവാം. നമ്മുടെ അടുത്ത വണ്ടി മാരുതി റിറ്റ്സ്. ഇതിന്റെ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞു. ഇത് റിറ്റ്സ് 2014 മോഡലാണ്. VDI ഓപ്ഷനിലാണ്. VDI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് വേരിയന്റ് വരുന്ന വണ്ടിയാണ്. 2014 1,30,000 കിലോമീറ്റർ സിംഗിൾ RCയിൽ നിൽക്കണ കറക്റ്റ് സർവീസ് ഉള്ള വണ്ടിയാണ്. 1,30,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർ ആണ്. മേജർ സർവീസ് എല്ലാം കഴിഞ്ഞതാണ്. വേറെ ആക്സിഡന്റോ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. നമുക്കിതൊരു 3,60,000 രൂപ കൊടുക്കാം. 3,60,000 രൂപ. ഇതിന് മൈലേജ് എന്ത് കിട്ടും? മൈലേജ് ഏകദേശം ഒരു 20 താഴെ 18-19 മൈലേജ്. 1.2 ലിറ്റർ ആണ്. 1.2 ലിറ്റർ. അപ്പോൾ ഒരു 20 ഒക്കെ മൈലേജ് എന്തായാലും കിട്ടും. ഇപ്പൊ ലോങ് ഒക്കെ പോകണമെങ്കിൽ ഒരു 20 കിട്ടും. സിറ്റി ഡ്രൈവ് ഒക്കെ ആണെങ്കിൽ ഒരു 18-17 കിട്ടും. ഇതിനും ലോൺ ഒരു നമുക്ക് ഒരു 3 ലക്ഷം രൂപ വരെ നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം. അപ്പൊ ഒരു 50,000 രൂപ വണ്ടി ഇറക്കാം. ഇത് നെഗോഷ്യബിൾ ആണ്. ചെറിയ രീതിയിൽ അപ്പൊ ചിലപ്പോ നെഗോഷ്യബിൾ ആണെങ്കിൽ ഒരു ഫുൾ ലോൺ ഒക്കെ വേണമെങ്കിൽ കിട്ടിയേക്കാം. ഫുൾ ലോൺ കിട്ടാൻ സാധ്യത കുറവാണ്. പിന്നെ ആളുടെ കസ്റ്റമറുടെ പ്രൊഫൈലൊക്കെ നോക്കിയിട്ട് അപ്പൊ ഒരു ഏകദേശം ഒരു 50,000 രൂപ ഉണ്ടെങ്കിൽ ഈ കാർ നമുക്ക് ഇറക്കാൻ പറ്റും. പിന്നെ എക്സ്റ്റീരിയർ ഇന്റീരിയർ ഒക്കെ ആൻഡ്രോയിഡ് സിസ്റ്റം ഉണ്ട്. മ്യൂസിക് സിസ്റ്റം എല്ലാം പുതിയതാണ്. വേറെ ഇന്റീരിയർ എല്ലാം വൃത്തിയുള്ള ഇന്റീരിയർ നല്ല പുതിയ സീറ്റ് കവറൊക്കെ നല്ല പ്രീമിയം റേഞ്ച്. പിന്നെ ടയറൊക്കെ എന്തോരം ഉണ്ട്? ടയർ ഒരു 70% എബോ ടയർ ഉണ്ട്. പിന്നെ എക്സ്റ്റീരിയറും പക്കയാണ്. ഒന്ന് പോളിഷ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ്. അപ്പോൾ നമുക്ക് അടുത്ത വണ്ടിയിലേക്ക് പോവാം. അപ്പോൾ അടുത്ത നമ്മുടെ വണ്ടി മാരുതി എർട്ടിഗ. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസ് ഒന്ന്. ഇത് 2020 മോഡല് എർട്ടിഗ ഹൈബ്രിഡ് ആണ്. VXI ഓപ്ഷനിൽ വരുന്നതാണ്. VXI എന്ന് പറഞ്ഞാൽ സെക്കൻഡ് വേരിയന്റ്. 46,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ്. ഈ 46,000 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ജെന്യുവൻ കിലോമീറ്റർ ആണ്. ഇപ്പൊ കമ്പനി ഹിസ്റ്ററി ഉണ്ട് വണ്ടി. കമ്പനി ഹിസ്റ്ററി ഉള്ളതാണ്. വേറെ റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നുമില്ല. പക്കാ സർവീസ് ഉള്ള വണ്ടിയാണ്. നല്ല ഇന്റീരിയർ ഉണ്ട്, മ്യൂസിക് സിസ്റ്റം ഉണ്ട്. ഫുൾ സർവീസ് കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ്. ഫുൾ ഓപ്ഷൻ ആണ്. പിന്നെ നമുക്കിതൊരു 9 ലക്ഷം രൂപ വിലക്ക് കൊടുക്കാം. 9 ലക്ഷം നെഗോഷ്യബിൾ ആണ്. നമുക്ക് ചെറിയ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഒരു 8 ലക്ഷം രൂപ ലോണും കിട്ടും. ഒരു 85% വരെ ലോൺ. 7 സീറ്റർ വണ്ടിയാണ്. ഹൈബ്രിഡ് എർട്ടിഗ 2020 മാരുതി വണ്ടിയാണ്. 7 സീറ്റർ ആണ്. ഒരു പുതിയ വണ്ടിയുടെ ലുക്ക് ഉണ്ട് വണ്ടിക്ക്. നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ്. അതുപോലെ തന്നെ ഇന്റീരിയർ ഒക്കെ നല്ല പ്രീമിയം ലുക്ക് ആണ് ഇന്റീരിയർ ഒക്കെ ചെയ്തേക്കണം. ടയർ 4 പുതിയ ടയറാണ്. 40,000 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ ടയർ 4 മാറി. പുത്തൻ ടയർ ഒട്ടും ഓടാത്ത പുത്തൻ ടയറാണ്. അപ്പോൾ ഒരു പുതിയ വണ്ടി എടുക്കാൻ ആഗ്രഹിച്ച് നിൽക്കുന്നവർക്ക് വന്നു കഴിഞ്ഞാൽ ഈ വണ്ടി ഇതിപ്പോ എർട്ടിഗ പുതിയത് എന്ത് വിലയുണ്ട്? പുതിയതൊക്കെ ഏകദേശം ഒരു 13.5 ലക്ഷം രൂപ. 13.5 ലക്ഷം റോഡ്.
ഓൺ ദ റോഡ് റോഡ്. അപ്പൊ ഇത് 2020 മോഡല് ഏതാണ്ട് പുതിയ വണ്ടിയുടെ തന്നെ എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. എക്സ്റ്റീരിയർ ആയാലും എല്ലാം പക്ക പുതിയതുപോലെ തന്നെ ഉണ്ട്. അപ്പോൾ നല്ല വണ്ടിയാണ്. പുതിയത് വാങ്ങാൻ ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടെങ്കിൽ ഈ വണ്ടി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഒരു 5-6 ലക്ഷം രൂപ ലാഭമാണ്. പുത്തൻ 4 ടയർ 45,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. നല്ല വണ്ടിയാണ്. പിന്നെ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല, കണ്ടീഷൻ വണ്ടിയാണ്. മൈലേജ് ഒരു 10-15 കിട്ടൂലേ? 15 അല്ല, ഏകദേശം ഒരു 17-18 കിലോമീറ്റർ കിട്ടും. ഹൈബ്രിഡ് ആണ് വണ്ടി. ഇപ്പൊ ഹൈവേയിലൊക്കെ ആണെങ്കിൽ ഒരു 20 മൈലേജ് കിട്ടും. അപ്പൊ ഓക്കെ. അപ്പൊ ഇനി നമുക്ക് അടുത്ത വണ്ടിയിലേക്ക് പോവാം. അടുത്ത വണ്ടി മാരുതി സ്വിഫ്റ്റ്. ഇത് അടിപൊളി വണ്ടിയാണ്. ഇതിന്റെ സീറ്റ് തന്നെ നല്ല റോയൽ ലുക്കിൽ സീറ്റ് കവർ പണിഞ്ഞിട്ടുണ്ട്. നല്ല സൂപ്പർ വണ്ടി. അപ്പൊ ഈ മാരുതി സ്വിഫ്റ്റിന്റെ ഡീറ്റെയിൽസ് ഒന്ന്. ഇത് 2015 മോഡല് 16 രജിസ്ട്രേഷൻ വരുന്ന ISRA ഓപ്ഷൻ വരുന്നത്. 2015-2016 രജിസ്ട്രേഷൻ പുഷ് ബട്ടൺ വരുന്ന വണ്ടിയാണ്. മാരുതിയിലെ ഏറ്റവും കൂടിയ വണ്ടിയാണ്. ഏറ്റവും ടോപ്പ് വേരിയന്റ് ആണ്. അലൈവേല് ബാക്ക് വേപ്പർ എല്ലാം വരുന്ന വണ്ടിയാണ്. പുഷ് ബട്ടൺ ആണ് വരുന്നത്. 1,10,000 കിലോമീറ്റർ കമ്പനി സർവീസ്, സെക്കൻഡ് ഓണർഷിപ്പിൽ നിൽക്കുന്ന വണ്ടിയാണ്. ഇത് നമ്മളൊരു 5,30,000 രൂപയാണ് ചോദിക്കുന്നത്. നമ്മളെന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇത് ലോണും ഏകദേശം ഒരു 4-4.25 ലക്ഷത്തോളം ലോണും കിട്ടും. അതായത് 5.30 ചോദിക്കുന്നത്, എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. പിന്നെ ഏറ്റവും ടോപ്പിന്റെ വണ്ടിയാണ്, പക്ക വണ്ടിയാണ്. 2015 വണ്ടി, 2016 രജിസ്ട്രേഷൻ. ഇന്റീരിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി. അതായത് നല്ല സൂപ്പർ ഇന്റീരിയർ. സീറ്റ് കവർ എന്നൊക്കെ പറഞ്ഞാൽ നല്ല റോയൽ ലുക്ക്. പിന്നെ ടയറൊക്കെ അത്യാവശ്യം ഒരു 80% ടയർ ഉണ്ട്. 80% എബോവ് ടയർ ഉണ്ട്. എക്സ്റ്റീരിയറും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി. സെക്കൻഡ് ഓണർ. അത് ഫുള്ള് കമ്പനി ഹിസ്റ്ററി ഉള്ള വണ്ടി. ഇൻഷുറൻസ് തീർന്നിരിക്കുന്നു. പുതിയ ഇൻഷുറൻസ് എടുത്തു കൊടുക്കും. ഇൻഷുറൻസ് കഴിഞ്ഞിരിക്കാണ്. പിന്നെ റീപ്ലേസ്മെന്റും ആക്സിഡന്റ് ഒന്നും ഉണ്ടാവില്ല. മൈലേജ് ഏകദേശം ഒരു 20 കിലോമീറ്റർ മൈലേജ്. മാരുതിയുടെ വണ്ടിയാണ്. മൈലേജ് ഇഞ്ചിൻ എത്ര? 1.2 വരുന്നത്. 1.2 ഇഞ്ചിൻ. അപ്പോ മാരുതിയുടെ വണ്ടി അതാകുമ്പോൾ ഒരു 20 കിലോമീറ്റർ ലോങ് ഡ്രൈവിനൊക്കെ കിട്ടും. സിറ്റി ഡ്രൈവ് ആണെങ്കിൽ ഒരു 18-17 മൈലേജ് വണ്ടിയാണ്. അതുകൊണ്ട് മൈലേജ് ഉണ്ടാവും. ഡീസലാണല്ലേ? ഡീസലാണ്. അപ്പൊ എന്തായാലും മൈലേജ് ഉണ്ടാവും. അപ്പൊ ഓക്കെ. അപ്പൊ നമുക്ക് ഇനി അടുത്ത വണ്ടിയിലേക്ക് പോവാം. അപ്പൊ നമ്മുടെ അടുത്ത വണ്ടി Volkswagen Polo. ഇതിന്റെ ഡീറ്റെയിൽസ് ഒന്ന്. ഇത് 2015 മോഡല് പോളോ ഹൈലൈൻ ആണ്. 1.5 എന്ന TD എഞ്ചിൻ വരുന്ന വണ്ടിയാണ്. സെക്കൻഡ് RCയിൽ നിൽക്കണു. 1,20,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 1.5 എന്ന് പറയുമ്പോൾ മൈലേജ് ഉണ്ട്. 10-20 മേളിലെ മൈലേജ് ഉള്ള വണ്ടിയാണ്. ഡീസൽ വണ്ടിയാണ്. സെക്കൻഡ് വേരിയന്റിൽ നിൽക്കുന്ന വണ്ടിയാണ്. ആക്സിഡന്റോ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. നമുക്കിത് ഒരു 5 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം. എന്തെങ്കിലുമൊക്കെ ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ്. 5 ലക്ഷം രൂപ നമുക്കിത് ലോൺ ഏകദേശം ഒരു 4.5 ലക്ഷം രൂപ ലോൺ. അപ്പൊ ഒരു 50,000 രൂപ ഉണ്ടെങ്കിൽ ഈ വണ്ടി ഇറക്കാൻ പറ്റും. ഡീസലാണ്. 20 കിലോമീറ്ററോളം മൈലേജ് കിട്ടും. Volkswagen Polo. ഇത് ഒരിടക്ക് ചെറുപ്പക്കാരൊക്കെ ഒരുപാട് അന്വേഷിച്ചു. ഓടിക്കാനൊക്കെ നല്ല സുഖമുള്ള വണ്ടിയാണ്. ഇന്റീരിയലൊക്കെ നല്ല വൃത്തിയാണ്. പിന്നെ ഒരു പ്രീമിയം വണ്ടിയല്ലേ? പ്രീമിയം വണ്ടിയാണ്. ഹൈലൈൻ ആണ്. ഏറ്റവും ടോപ്പ് വേരിയന്റ് ആണ്. ടയറൊക്കെ നല്ല പക്ക ഉണ്ട്. ടയർ ഒരു 80-85% 4 ടയറും. പിന്നെ എക്സ്റ്റീരിയറും നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഇന്റീരിയറും അതെ നല്ല കണ്ടീഷൻ വണ്ടിയാ. അപ്പൊ ഒരു 50,000 രൂപ ആരെങ്കിലും കയ്യിലുണ്ട്, പോളോ വാങ്ങണമെന്ന് ആഗ്രഹവും ഉണ്ടെങ്കിൽ നേരെ വന്നു നമ്മൾ അതിൽ നിന്ന് എന്തെങ്കിലും കുറച്ചും കൊടുക്കാട്ടോ. നമുക്ക് വണ്ടി ആവശ്യക്കാരൻ വന്ന് നമുക്ക് എന്തെങ്കിലും റേറ്റ് കുറച്ചും നെഗോഷ്യബിൾ ആണ്. അപ്പൊ ചെറിയൊരു പൈസ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കിക്കൊണ്ട് സുഖമായിട്ട് പോവാം. ഇവിടെ ഇപ്പൊ എല്ലാ ടൈപ്പ് വണ്ടിയുണ്ട്. ടൊയോട്ടയുടെ വണ്ടിയുണ്ട്, റെനോൾട്ടിന്റെ വണ്ടിയുണ്ട്, അങ്ങനെ ടാറ്റയുടെ ഉണ്ട്. എല്ലാ ടൈപ്പ് വണ്ടിയുണ്ട്. അത് നല്ല വെൽ മെയിൻറ്റൈൻഡ് വണ്ടികളാണ്. നല്ല പക്ക വണ്ടികൾ. അപ്പൊ എല്ലാ വണ്ടികളും കവർ ചെയ്യാനായിട്ട് നമുക്ക് ഈ വീഡിയോന്റെ ടൈം പോരാതെ വരും. അതുകൊണ്ട് ഞങ്ങൾ ഒരു 5 വണ്ടിയെ നിങ്ങൾ കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ ആർക്കെങ്കിലും വണ്ടി വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന നമ്പറിൽ ഫോൺ പേ ചെയ്യുക. ഇവരായിട്ട് ബന്ധപ്പെടാം. ഇവരുടെ ഫുൾ ഡീറ്റെയിൽ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വണ്ടി അത്യാവശ്യം നല്ല റേറ്റ് കുറച്ച് നിങ്ങൾക്ക് നേരിട്ട് കണ്ട് ചെക്ക് ചെയ്ത് വർക്ക്ഷോപ്പിൽ നിന്ന് ആളെ വിളിച്ചുകൊണ്ടുവന്ന് ചെക്ക് ചെയ്ത് ബോധ്യപ്പെട്ടിട്ട് നിങ്ങൾക്ക് വണ്ടി എടുക്കാം. റേറ്റൊക്കെ നെഗോഷിയേറ്റ് ചെയ്ത് ലോണൊക്കെ ഉണ്ടെങ്കിൽ ഇവർ അറേഞ്ച് ചെയ്ത് തരും. അപ്പോൾ ആർക്കെങ്കിലും വണ്ടി വേണമെങ്കിൽ നേരെ പെരുമ്പാവൂർ ഓട്ടോപ്രോയിലേക്ക് വരാം. ഓക്കെ. ഓട്ടോപ്രോ എന്ന യൂസ്ഡ് കാർ ഷോറൂമിലെ കാറുകളുടെ വിശേഷങ്ങളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക.
അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും പുതിയൊരു വീഡിയോയുമായി മാസ് ഓട്ടോസ് നിങ്ങളുടെ മുമ്പിൽ വരുന്നതാണ്.